ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിസ്മി റോഷൻ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം പാത്രം വെച്ച് നമുക്ക് ചൂടാക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ സ്പൈസസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇത്രയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, സവാള വഴഞ്ഞു കിട്ടുന്നതിന് വേണ്ടി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കാം. പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരല്പം കുരുമുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതും ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ വേവുന്നതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ കറിയൊക്കെ വെന്തിങ്ങനെ വരുന്നുണ്ട്. അപ്പം നല്ലപോലെ ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.